കൊല്ലം പരവൂർ മുൻസിഫ് കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന അനീഷയുടെ മരണത്തിൽ ശക്തമായ പ്രതിഷേധമുയർത്തിയ അഭിഭാഷകർ രംഗത്ത്. ആത്മഹത്യയ്ക്ക് കാരണക്കാരായവരെ സസ്പെൻഡ് ചെയ്യണമെന്നും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും കൊല്ലം ബാർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. പ്രതിഷേധ സൂചകമായി നാളെ ജില്ലയിൽ കോടതി നടപടികൾ ബഹിഷ്കരിക്കുവാനും അടിയന്തരമായി വിളിച്ചു ചേർത്ത ബാർ അസോസിയേഷന്റെ പൊതുയോഗത്തിൽ തീരുമാനിച്ചു. ഉദ്യോഗസ്ഥരുടെ പീഡനം മൂലമാണ് അനീഷ് ആത്മഹത്യ ചെയ്തതെന്ന് വ്യക്തമാകുന്ന ശബ്ദ സന്ദേശമടക്കം പുറത്തു വന്നിട്ടും കൃത്യമായ അന്വേഷണം നടത്തി കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകാത്തതിൽ അഭിഭാഷകർക്കിടയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് കൊല്ലം ബാർ അസോസിയേഷൻ അടിയന്തര ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർത്ത പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി ബുധനാഴ്ച കോടതി പൂർണ്ണമായും ബഹിഷ്കരിക്കാനാണ് ബാർ അസോസിയേഷന്റെ തീരുമാനം. ആരോപണ വിധേയരായ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെയും അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറെയും ബഹിഷ്കരിക്കുവാനും അസോസിയേഷൻ തീരുമാനിച്ചു. ആരോപണ വിധേയരായവർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്നാണ് അഭിഭാഷകരുടെ ആവശ്യം. കൃത്യമായി അനീഷ പറയുന്നുണ്ട് ഇതിൻ്റെ മരണകാരണം ആരാണ്. ശ്യാം എന്ന് പറയുന്ന ഇവരുടെ APP മാരിൽ ഹെഡായിട്ടുള്ള വ്യക്തിയെപ്പറ്റി കൃത്യമായ ആരോപണം പേരുൾപ്പെടെയാണ് പറയുന്നത്. ജനറൽ ബോഡി കൂടി വളരെ കൃത്യമായ തീരുമാനമെടുത്തു. ഇവരെ രണ്ടുപേരെയും പരവൂർ അവിടുത്തെ APPയെയും അതുപോലെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണവിധമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ 174 CRPC പ്രകാരമുള്ള അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. അത് മാറ്റി 306 എന്ന് പറയുന്ന അബറ്റ്മെൻറ്റ് സൂയിസൈഡിലേക്ക് മാറ്റി ഇവരെ രണ്ടുപേരെയും അന്വേഷണം സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇവരെ 306 പ്രതികളാക്കി അറസ്റ്റ് ചെയ്ത് ഇവരെ പ്രതിപ്പട്ടി ഉൾപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തണം. DDP അടക്കം ആരോപണ വിധേയരായ സംഭവത്തിൽ മറ്റൊരു DDP അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനുള്ള ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ ഉത്തരവിലും ബാർ അസോസിയേഷൻ പ്രതിഷേധിച്ചു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നേരിട്ട് അന്വേഷിക്കണമെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ബാർ അസോസിയേഷൻ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. അതേസമയം അഭിഭാഷകരുടെ പ്രതിഷേധം ഉയരുമെന്ന് മനസ്സിലാക്കി DDP കോടതിയിലെത്തിയില്ല. ആരോപണ വിധേയരായ മറ്റു ചിലരും പ്രതിഷേധം ഭയന്ന ജനറൽ ബോഡി യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. അമൃത ന്യൂസ്, കൊല്ലം.